അയല വറുത്തതുണ്ട്. സോറി ഏട്ടാ, കരിമീൻ പൊരിച്ചതുണ്ട്. പാവ നോക്കണേ, ഇതാ പടിയോടെ പടക്കുന്നുണ്ട്. നമ്മളെ പട്ടത്തുണ്ടല്ലോ, നല്ല അടിപൊളി പുഴമീൻ കിട്ടേ. അവിടുന്ന് രാവിലെ തന്നെ കൊണ്ടുത്തന്നെ ചേട്ടാ. അബീര് ഫ്രണ്ട് നാരായണേട്ടൻ. നമുക്ക് വൃത്തിയാക്കാം. വലിയതൊന്നുമല്ല ഏട്ടാ, ഒരു മീഡിയം സൈസിലെ കരിമീനാണ്. എനിക്ക് ഈ കരിമീൻ വൃത്തിയാക്കുന്നതിനെ പറ്റി വലിയ ധാരണയും ഇല്ല, ഉള്ളത് പറയാൻ. ഇത് കളിയാൻ ഭയങ്കര വിഷമാണ് കേട്ടോ, വഴുക്കുകയും ചെയ്യുന്നു. കളിയലാന്നേ. അബി പറഞ്ഞ് തല കളയണ്ട അമ്മേന്ന്. ഇങ്ങനെയായിട്ട് വലിച്ചെടുക്കലാണ്ടാ. ആ എന്താ സബാഷ് സബാഷ്. ഒന്നല്ല വൃത്തി കഴുകിയെടുക്കേ. ഇങ്ങനൊന്നും കഴുകിയാൽ പോരെ, പ്രത്യേക തരത്തിലെല്ലാം കഴുകാനുണ്ട്. മുന്നേലുണ്ടല്ലോ ഇത് അലക്ക് കല്ലുമല്ലോ ഇങ്ങനെ ഉരച്ചിട്ടാണ് ഇത് വെളുപ്പിക്കല്ലേ. ഇപ്പം വെളുപ്പിക്കാനൊരു സൂത്രം കൊണ്ട് ഗീതച്ച് കണ്ടുപിടിച്ചിട്ടാ, യൂട്യൂബിൽ നിന്ന് തപ്പിയിട്ട് കിട്ടിയതാന്നേ. നമുക്ക് മീനൊന്ന് വെളുപ്പിച്ചെടുക്കേണ്ടതാ. അതിൻ്റെ സൂത്രം മരപ്പുളി, നമ്മളെ സാമ്പാറിലെല്ലാം ഇടുന്ന പുളിയില്ലേ, സാധാരണ പുളിയേ. കുറച്ച് വെള്ളത്തിലിട്ടിട്ട് നല്ലോണം ഞെരടിയിട്ട് ലയിക്കും കേട്ടോ. ഒന്നും കൂടി ആക്കാം. നമ്മളെ പുളിവെള്ളം റെഡിയാക്കിയിട്ടുണ്ട്. അതിൽ നമുക്ക് എല്ലാ മീനും മുങ്ങാൻ വിധത്തിൽ ഇട്ട് വെക്കാം കേട്ടോ. അങ്ങനെ പുളിവെള്ളത്തിൽ കുളിപ്പിച്ച് നമ്മളെ മീനെല്ലാം പുറത്തെടുത്തു. അരമണിക്കൂറായി വെക്കുന്നത്. എടാ കറക്റ്റ് അതേടാ. നല്ല വൃത്തി പോകുന്നുണ്ട് കേട്ടാ. ഞാൻ വിചാരിച്ചതിൽ തട്ടിപ്പാന്ന്, സത്യം. പിന്നെ നല്ല മസാലയെല്ലാം പുരട്ടിയിട്ട് നമുക്ക് വറുത്തെടുക്കണ്ടേ. അതിന് മുന്നേ നമുക്കിതൊന്ന് വരഞ്ഞെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ കരിമീൻ വറക്കാൻ വേണ്ടുന്ന മസാല തയ്യാറാക്കാം കേട്ടോ. ആദ്യം നമുക്കൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടേ, 1 സ്പൂണ് മുളക് പൊടിയേ, ഒരു 1.5 സ്പൂൺ ഇടേ. 2 കൂടിയ മുളക് പൊടിയാണ് കേട്ടോ, എരിവുള്ളതും ഇല്ലാത്തതും. നിറച്ചും കുരുമുളക് പൊടി. പിന്നെ നമുക്ക് വെളിച്ചെണ്ണയാക്കാം. ഇതിൽ മസാലയെല്ലാം സെറ്റാക്കിയാൽ നമുക്കിതാ ഒരു നാരങ്ങ പിരിഞ്ഞിട്ട് വയ്ക്കേ. എന്നാലും അതിൻ്റെ ഉളുമ്പ് മണലങ്ങ് പോയി കിട്ടും. ഈ മീനിലെല്ലാം ഇങ്ങനെ മസാല തേച്ച് പിടിപ്പിക്കാം കേട്ടോ. നമ്മളെ മീനും മസാലയെല്ലാം നല്ല വൃത്തി പിടിപ്പിച്ച്. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചില്ലെന്ന് അറിയില്ല, ഞാൻ ഉപ്പിടാൻ പറഞ്ഞു. നമുക്കൊന്ന് ഉപ്പിട്ടിട്ട് ഇതും കൂടി സെറ്റാക്കി കൊടുക്കാം. ഉപ്പെല്ലാം സെറ്റാക്കി വെച്ചാൽ ഇനി നമുക്കതൊരു 1 മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒരു സെറ്റാവാൻ വെക്കാം. മസാലയെല്ലാം ഒന്ന് പിടിക്കട്ടെ, എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ കരിമീൻ നല്ല ഭംഗിയിൽ മസാല പിടിച്ചിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇനി നമുക്കിത് പതുക്കെ പൊരിച്ചെടുക്കാം. കല്ല് നല്ലോണം ചൂടായിട്ടുണ്ടേ. എണ്ണ നല്ലോണം അങ്ങനെ ഒഴിച്ചങ്ങ് കൊടുക്കാം. എണ്ണ ചൂടായേ. ഇനി നമുക്ക് ഈ കറിവേപ്പിലങ്ങ് വെച്ച് കൊടുക്കാം. അല്ല പിന്നെ നല്ല അലങ്കാരത്തിലങ്ങ് പൊരിച്ചേക്കാം. നമ്മളെ കരിമീൻ സാറിനങ്ങ് വെച്ച് കൊടുക്കുക. ഒന്നുകൂടി വെച്ച് കൊടുക്കാം. ഒന്നുകൂടി വെച്ച് കൊടുക്കാം. നമ്മളെ മീൻ നല്ല പാകമായിട്ടുണ്ടോ. നമുക്കിത് വാങ്ങാല. വാ, ആദ്യത്തെ ട്രിപ്പ് മീൻ വാങ്ങുന്നേ. നല്ല മണ കുരുമുളകിൻ്റെയും മീൻ തയ്യാറുന്നതിൻ്റെയും. മീനെല്ലാം നല്ല മുരുമുരാ പൊരിച്ച് ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കണ്ടേ. വാ, എണ്ണ വയ്ക്കേ. എണ്ണ ചൂടായിട്ടുണ്ടേ. നമുക്കിതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടേ. പേസ്റ്റ് ഒന്നല്ല, ഞാൻ ചതച്ചതേ ഇല്ല കേട്ടോ. ഒന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം മൂത്ത്, അത് പാകത്തിന് മൂത്ത നല്ലൊരു മണം വരും. ഇനി നമുക്ക് ഇഷ്ടംപോലെ കറിവേപ്പില കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഉള്ളി ഇടാ. ചെറിയ ഉള്ളി ഉണ്ട്, വലിയ ഉള്ളി ഉണ്ട്, രണ്ടും ഉണ്ട്. ഇതങ്ങനെ കഴിഞ്ഞിട്ട് കേട്ടോ. നല്ലോണം വാടുന്ന ഉള്ളി നല്ലോണം വാടിയേ. ഇത് നമുക്കിതാ തക്കാളി പച്ചമുളക് കേട്ടോ. 2 തക്കാളി എടുത്തിന് 4 പച്ചമുളക്.
ആദ്യം മഞ്ഞപ്പൊടി ഇടേ, മഞ്ഞമുളക് പൊടി ഇടാതാ, രണ്ടും കൂടി മിക്സ് ആണേ. മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടിയാ, അധികം ഇടുന്നില്ല കാരണം എരിവിന് ആവശ്യത്തിന് ഇട്ടാവും കേട്ടോ. അത്രയൊന്നും മീനില്ലത് അത് കണക്കായിട്ട് ലേശം മല്ലിപ്പൊടി ഇടുന്നില്ലെങ്കിൽ മല്ലിപ്പൊടി നല്ലോണം കുത്തും. ഇതാ ഇത്ര പോലെ മല്ലിപ്പൊടി കൂടി ഇട്ടിട്ട് നല്ലോണം ചൂടാക്കണ്ട. ആ തക്കാളിയിൽ വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്നേ. ഇനി നമുക്ക് എണ്ണ തെളിയലാന്ന് ഇതിൻ്റെ കണക്കട്ടെ. എണ്ണ തെളിയുന്നവരെ നമുക്കിത് ചെറു തീയിലിട്ടിട്ട് വേവിക്കാം. പിന്നെ ഞാൻ സ്ഥിരം മറക്കുന്നൊരു സാധനം കേട്ടതാ, ഉപ്പ്. ഉപ്പിടാൻ മറന്നുപോയി. എല്ലാ മസാലയും മൂത്തുവേ. നമുക്ക് ലേശം പുളി, കുറച്ച് പുളിയേ, അധികമൊന്നും വേണ്ട, കുറച്ചൊരു പുളി വെള്ളം ഒഴിക്കാം കേട്ടോ. നമ്മളെ മസാലയെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആ മണം കൊണ്ട് ഈ അടുക്കളയിൽ നിൽക്കാൻ കഴിയില്ല. എണ്ണ തെളിഞ്ഞിട്ട് നമുക്ക് തീ ഓഫാക്കാം കേട്ടോ. നമുക്ക് നമ്മളെ മീൻ സെറ്റാക്കേ. വാ, ആദ്യം നമുക്ക് കുറച്ച് മസാല എടുക്കുക. ഇതിൻ്റെ കൂടി ഇങ്ങനെ നിരത്തി വെക്കുക കേട്ടോ. നിരത്തി വെക്കുക. എന്നിട്ട് നമ്മൾ അടാറ് കരിമീൻ അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. അതാ അതിങ്ങനെ തൊടുമ്പോൾ പൊടിഞ്ഞു പോകുന്ന കേട്ടാ. ഇതിൻ്റെ മേലെ ഇങ്ങനെ വെക്കുക. നല്ല മണാന്നേ. 2 തക്കാളി ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒരു പച്ചമുളകും അലങ്കാരത്തിന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ഒരു ഇത്തിരി തേങ്ങാപ്പാൽ, കൊഴുത്ത തേങ്ങാപ്പാൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒന്നും നോക്കാൻ പാടില്ല, പിന്നെ ഇങ്ങനെ കെട്ടുക, ചുറ്റിക്കെട്ടി വെക്കുക. രണ്ട് തക്കാളി, ഒരു പച്ചമുളക്, പിന്നെ ഒരു കറിവേപ്പില നേരത്തെ വെക്കാൻ മറന്നു പോയിന് കേട്ടാ. കുറച്ച് നല്ല തിക്ക് തേങ്ങാപ്പാലാന്നേ. എന്നിട്ട് അങ്ങോട്ട് പൊതിയ സെറ്റായേ. ഞാൻ നേരത്തെ നമ്മളെ മീൻ പൊരിച്ച പാത്രം കൊണ്ട് ചൂടാക്കാൻ വെച്ചിട്ടേ സിമ്മിലാന്ന് കേട്ടാ. അതിൽ നമുക്ക് ലേശം എണ്ണ നനച്ചു കൊടുക്കേ, കുറച്ച് എണ്ണ നനച്ചു കൊടുക്കേ. എല്ലാം സിമ്മിൽ ഇടാൻ പാടില്ല, ഇല്ലെങ്കിൽ കരിഞ്ഞു പുളിഞ്ഞൊന്നും കൊണ്ടുണ്ടാവില്ല കേട്ടാ. ഇത് നമുക്ക് നമ്മളിതാ മീനിൻ്റെ അടിങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടാ. ഇടിങ്ങനെ വെച്ച് കൊടുക്കാം. നല്ല വീണ ഞാനുണ്ടല്ലോ ആദ്യം വാഴക്കയർ കൊണ്ട് കെട്ടിയേ, അതല്ല പിന്നെ എല്ലാം കൂടി ഇത് ചളി പുളിയായി പോയിട്ട് ഒന്ന് ഞാൻ അത് നൂലെടുത്ത് കെട്ടി കേട്ടാ. നമ്മളെ മീനൊന്ന് തിരിച്ചിടാം കേട്ടാ. പൊട്ടലും പൊരിയലെല്ലാം കേൾക്കുന്നുണ്ട്, എന്തായി നോക്കാട്ടാ. ആ നല്ല മണമില്ലടാ, സൂപ്പർ മണാ. തിരിച്ചിടാ. നല്ല മണായിട്ട് ഇങ്ങോട്ട് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടാ. ഇതിൻ്റെ മീൻ പൊടിക്കലെല്ലാം എല്ലാവരും പറയും, പക്ഷെ നല്ല പാടിൻ്റെ പണിയായി കേട്ടാ. നമുക്കിതൊന്ന് തണിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കാം കേട്ടോ. ആ സെറ്റായിട്ടുണ്ട്. ആ വാഴയിലെല്ലാം വാടി ഇത് പൊന്നു നോക്കിയാടെ. ആ കറി ഇതാ തക്കാളിയിൽ നോക്കണം, നല്ല വെന്ത് കുഴഞ്ഞിട്ട് നോക്കിയാടെ. ഇതെങ്ങനെ തിന്നിട്ടല്ലോ, അത്രയ്ക്ക് ചൂടാണ്. എൻ്റെ പൊന്നോ എന്തൊരു ടേസ്റ്റ്. ഇതാ മസാലയും ആ തക്കാളിയെല്ലാം ഇങ്ങനെ കൂട്ടിയിട്ടാ. നല്ല അധ്വാനമുണ്ട്, പക്ഷെ എല്ലാം സഹിക്കുക ഈ ടേസ്റ്റിൻ്റെ അടുക്ക. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. നിങ്ങൾ നല്ല ഫ്രഷ് കരിമീൻ കിട്ടിയാൽ കരിമീൻ പൊള്ളിച്ചതാക്കണം കേട്ടോ. ആ തേങ്ങാപ്പാലെല്ലാം പുളിയെല്ലാം കൂടി അടിപൊളി ടേസ്റ്റാണ്.